ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുട്ടികൾ ആവശ്യപ്പെട്ടതിനാൽ ഹരിയും നിത്യയും കുട്ടികളോടൊപ്പം ഒന്നിച്ച് ബെഡിൽ കിടക്കുകയാണ്. കുട്ടികളെ ഉറക്കാനായിട്ട് ആ പാട്ടും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരെ ഒന്നിച്ച് ആ ഗാനവും ആലപിക്കുന്നുണ്ട്. പാട്ട് തീർന്നിട്ടും രണ്ടുപേരും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഒരു പുഞ്ചിരിയുമായി ഇരിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. ഹരി നിത്യയുടെ കൈയുടെ മുകളിൽ കൈ വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് രണ്ടുപേരും കൈയെടുത്ത് മാറ്റുന്നുണ്ട്. ഇതേസമയം ജീവൻ പറമ്പിൽ ഒരു കുഴി എടുക്കുന്നു. ഇത് മുറിയിലിരിക്കുന്ന ഹരിയും നിത്യയും കേൾക്കുന്നുണ്ട്. അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് നിത്യ പറയുമ്പോൾ അറിയില്ല എന്ന് ഹരിയും പറയുന്നു. പുറത്ത് ആരോ ഉണ്ട് എന്ന് നിത്യ പറയുമ്പോൾ വാ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഹരിയും നിത്യയും കുട്ടികൾക്ക് പുതപ്പൊക്കെ പുതച്ചു കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇത്തവണ കുഴി എടുക്കുന്നത് നിത്യയും സുജാതയും ജോലിയും ആദിമോനും ഒക്കെ ഒന്നിച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ആ കുഴിയിലിടുന്നത്. ജീവൻ ആ കുഴിയിൽ ആ ഫോട്ടോസൊക്കെ ഇടുകയാണ്. എന്തോ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് ഹരിയും നിത്യയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താടാ എന്ന് ചോദിച്ച് അമ്മാവനും മുറുക്കിപ്പുറത്തേക്ക് വന്നു. ഞാനും കേട്ടു എന്ന് അദ്ദേഹം. എന്തോ കുഴിക്കുന്നത് പോലെ അല്ലേ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ നിത്യ പറയുന്നുണ്ട്, അതെ അതെ അമ്മാവ, അതാണ് ഞങ്ങളും കേട്ടത്. വീടിന്റെ പിന്നാമ്പുറത്ത് നിന്നാണെന്ന് ഹരി പറയുന്നു. വാ ചെല്ല് എന്ന് പറഞ്ഞ് 3 പേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ലൈറ്റിട്ട് അവിടെയൊക്കെ നോക്കുന്നു. അമ്മാവ, ഇവിടെയല്ല, പിന്നാമ്പുറത്താ ഞാൻ ശബ്ദം കേട്ടത് എന്ന് പറഞ്ഞിട്ട് ഹരിയൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഈ സമയം കൊണ്ട് ജീവൻ അതിൽ മണ്ണ് വെട്ടിയിടുകയും ചെയ്തു. വളരെ ധൃതിയോടെ 3 പേരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ചെന്ന് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അവിടെ എങ്ങും ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ആരെയും കാണുന്നതുമില്ല. എടാ, ചിലപ്പോൾ വല്ല പട്ടിയോ പൂച്ചയും ആയിരിക്കും എന്ന് അമ്മാവൻ പറയുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഹരിയും. മക്കളും എന്തോ പറഞ്ഞ് പേടിച്ചിരുന്നു എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, എടാ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ അത് കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? ഈ സമയം ആരോ വരുന്നു എന്ന് മനസ്സിലാക്കി ജീവൻ അല്പം മാറിയിരിക്കുന്നു. ചുമ്മാ മെനക്കെടുത്താൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അമ്മാവൻ പോകുന്നു. അതിൽ നിന്നും ഒരു പൂ പറിച്ച് ഇങ്ങനെ കളയുകയാണ് ജീവൻ. വീടിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു. അവർ പോകുന്നത് വീടിന്റെ മുകളിലിരുന്ന് ജീവൻ കണ്ട് രസിക്കുന്നുണ്ട്. വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നിലാവ് കാണുകയാണ് നിത്യ. അമ്മാവൻ അകത്തേക്ക് ചെന്നു. എന്തു പറ്റിയെന്ന് ഹരി ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, പേടിച്ചെഴുന്നേറ്റതാ. പക്ഷേ ഈ നിലാവ് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. മുമ്പൊക്കെ നിലാവ് കാണുമ്പോൾ കൊച്ചു കുട്ടികളുടെ മനസ്സായിരുന്നു എനിക്ക്. എന്തെന്നറിയില്ലാത്ത ഒരു സന്തോഷം. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നോക്കാറില്ല. ഇതുപോലെ നിലാവുള്ള ഒരു രാത്രിയിലാണ് ഹരിയുടെ കവിത. അന്നൊക്കെ നല്ല തണുപ്പായിരുന്നു എന്നൊക്കെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, തണുപ്പല്ല, വല്ലാത്തൊരു തണുപ്പ്. പാടത്തിന്റെ കരയിലൊക്കെ ഇരുന്ന് ഞാൻ ഈ പാട്ട് പാടുമ്പോൾ വല്ലാത്തൊരു സുഗന്ധവും ഒരു കാറ്റും ഒക്കെയായിരുന്നു. തൊട്ടും തലോടിയും എന്നെ ആശ്വസിപ്പിച്ച് പൊതിഞ്ഞങ്ങ് പോവും. അങ്ങനെ ആ ഒരു നിമിഷം പണ്ട് ആദ്യമായി ആ ലെറ്റർ കിട്ടിയ ആ ഒരു സംഭവമൊക്കെ ഓർത്തെടുക്കുകയാണ് നിത്യ. ആദ്യമായി നിത്യ ആ പാട്ട് പാടിയ ഒരു രംഗവും ഒക്കെ ആലോചിക്കുന്നു. ഒരു പുഞ്ചിരിയുടെ രണ്ടുപേരും അതിനെപ്പറ്റി ആലോചിക്കുകയും ആ നിലാവുള്ള രാത്രിയിൽ അവിടെ അങ്ങ് നിൽക്കുകയും ചെയ്യുന്നു. ഹരി പറയുന്നു, മനുഷ്യരുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് നിത്യയ്ക്ക് അറിയോ? ഓരോരുത്തർക്കും ഓരോ തരം സങ്കടങ്ങൾ അല്ലേ എന്ന് നിത്യ. പക്ഷേ പൊതുവായുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്ന് ഹരി. പോയ കാലം തിരിച്ചു പിടിക്കണം. ബാല്യത്തിൽ നിന്ന് മുതിരുമ്പോൾ ബാല്യം തിരിച്ചു കിട്ടിയാലോ എന്ന് ആലോചിക്കും. കൗമാരം കടക്കുമ്പോൾ അത് ഒന്ന് തിരിച്ചു കിട്ടിയാലോ എന്ന് ആശിക്കും. യൗവനം കിടക്കുമ്പോൾ ഈ ആഗ്രഹം ഒന്നുകൂടി അങ്ങ് തീവ്രമാകും. സത്യം, ഈ ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ആഗ്രഹം ഒന്നുകൂടി തീവ്രമാകും. സംസാരത്തിൽ കൂട്ടി തിരിച്ചു വരികയും ചെയ്യും എന്നൊക്കെ നിത്യ പറയുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെയൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തൊട്ട് പിറകിൽ ജീവൻ എത്തുന്നുണ്ട്. അവർ സന്തോഷത്തോടെ നിലാവുള്ള രാത്രിയിൽ സംസാരിച്ച് നിൽക്കുന്നത് ജീവന് സഹിക്കുന്ന കാര്യമല്ല. ദേഷ്യത്തോടെയാണ് ജീവൻ അങ്ങോട്ടേക്ക് നോക്കുന്നത്. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചും കളിച്ചും ഒക്കെയാണ് കാര്യം പറയുന്നത്. ഇത് ജീവന് സഹിക്കുന്നില്ല. പണ്ടൊരിക്കൽ നിത്യയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പോയതായിരുന്നു ജീവൻ. ഈ സമയം ഹരിയായിരുന്നു അതിന് തടഞ്ഞതും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു വയലിൽ വെച്ച് അടി ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു സംഭവം ഇപ്പോൾ ജീവൻ ഓർക്കുന്നുണ്ട്. ജീവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട് ഇപ്പോൾ. പിന്നീട് ഒരിക്കലും ഇതുപോലെ ഹരി ജീവനെ തല്ലിയിരുന്നു. രണ്ടുപേരും കൂടി നിത്യയുടെ കാര്യത്തിൽ തന്നെയാണ് തല്ലുണ്ടാക്കിയത്. പിന്നീട് ഹരി നിത്യയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നതും രണ്ടുപേരും ഒന്നിച്ചിങ്ങനെ ചേർന്ന് നിൽക്കുന്നതും ഹരി നിത്യയെ കെട്ടിപ്പിടിക്കുന്നതും എല്ലാം ജീവന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി വരികയാണ്. വളരെ ദേഷ്യത്തോടെ അത് ആലോചിച്ച് കത്തിയുമായി ഹരിക്ക് നേരെ ഇങ്ങനെ നിൽക്കുകയാണ് ജീവൻ. എന്നാൽ ഇതൊന്നും ഹരിയും നിത്യയും അറിയുന്നില്ല. ഇനിയും എഴുതണം എന്ന് നിത്യ ഹരിയോട് പറയുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, ഇപ്പോഴോ? പ്രതിസന്ധികളല്ലേ എഴുത്തുകാരനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനും വലിയ സാഹചര്യം വേറെ കിട്ടുമോ? സാഹചര്യങ്ങളുടെ പെരുമഴയല്ലേ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട്. കേട്ട ശബ്ദത്തിന് നന്ദി, അതുകൊണ്ടാണല്ലോ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു നിന്നത് എന്ന് ഹരിയും പറയുന്നു. ഇതേ സമയം ഹരി, തണുപ്പുണ്ട്, പനിയും കാണാൻ പിടിക്കണ്ട, അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ അമ്മാവൻ രണ്ടുപേരെയും വിളിക്കുന്നു. പെട്ടെന്ന് ജീവൻ അവിടേക്ക് മാറി നിൽക്കുന്നുണ്ട് കാറിന്റെ പിന്നിലേക്ക്. രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു.
പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. പൂജാമുറിയിൽ വെച്ച് സുജാത മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഈ പരീക്ഷണം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ഹരിയുടെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ജീവൻ മനസ്സിലാക്കിയാൽ എല്ലാം വെറുതെയാകും. എന്തെങ്കിലും ഒരു തെളിവുണ്ടാക്കിയേ പറ്റൂ. എനിക്ക് കൈകൂപ്പി യാചിക്കാൻ ഇവിടെ മാത്രമേ ഉള്ളൂ. രക്ഷിക്കണം, എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കണം എന്നൊക്കെ സുജാത കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഭഗവാനോട്. ഇതുപോലെ അമ്മാവനും പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ ഒന്നുമില്ലാതെ ഈ വിവാഹം നടത്തരണേ. എൻ്റെ മോൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. നിത്യയുടെയും ഹരിയുടെയും ബന്ധം ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം എൻ്റെ മകളെ ആ രാക്ഷസിയെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ എന്ന് അമ്മാവനും പൂജാമുറിയിൽ വെച്ച് പറയുന്നുണ്ട്. തുടർന്ന് സ്കൂട്ടറിൽ ഇപ്പോൾ ഹരിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ഹരിസാറെ എന്ന് പറഞ്ഞ് ഉമ്മറത്ത് നിന്ന് വിളിക്കുകയാണ് ജീവൻ. ഹരി അവിടേക്ക് ഇറങ്ങി വന്നു. എന്താ എന്ന് ഹരി ചോദിക്കുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട്. നിത്യ ഇവിടെ വിളിക്കേ എന്നൊക്കെ ജീവൻ പറയുന്നു. സുജാതയും അവിടേക്ക് വരുന്നു. രണ്ടുപേരും കൂടി ഒന്നിച്ച് കേൾക്കേണ്ട സന്തോഷ വാർത്തയാണ് എന്ന് ജീവൻ. അങ്ങനെ നിത്യ വിളിക്കുകയാണ് ഹരി. നിത്യ അവിടേക്ക് വന്നു. ജീവിതത്തിൽ ഇപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഹരിയോട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. നാട്ടുകാരുടെയൊക്കെ കണ്ണിൽ ഉണ്ണിയായിരുന്ന ആളല്ലേ താൻ. ജീവൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് ഹരി നിത്യയോട് പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ. നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് കിട്ടി, എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജീവൻ നിൽക്കുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് നിത്യ. അതുപോലെ ഹരിയും. ഇതെന്താ കേട്ടിട്ട് രണ്ടുപേർക്കും ഒരു സന്തോഷമില്ലാത്തത്? എൻ്റെ പൊന്ന് ഹരിസാറേ, വിവാഹം രജിസ്റ്റർ ചെയ്താൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാമല്ലോ. തലയിലുള്ള കേസിന് നമുക്ക് ഊരാലോ. അറ്റ്ലീസ്റ്റ് അത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷം കാണിക്കേ എന്നൊക്കെ ജീവൻ പറയുമ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. സന്തോഷത്തിന് കുറവൊന്നുമില്ലെന്ന് ഹരി പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, നിത്യയുടെ കാര്യമല്ലേ, ഇയാൾക്ക് പിന്നെ ഒരു കാര്യത്തിലും അമിത സന്തോഷമില്ലല്ലോ. അതൊക്കെ പോട്ടെ, എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഒരാഗ്രഹം കൂടി ഉണ്ട് എനിക്ക്. ഇനി എന്താ എന്ന് ടെൻഷനോടെ ഹരി ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, സാറേ, എന്തായാലും നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവാഹമല്ലേ, നമുക്ക് കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരാം. അത് വേണ്ട എന്ന് ഹരി പറയുമ്പോൾ ഹരിയെ പിടിച്ചിങ്ങനെ കറക്കിയിട്ട് ജീവൻ പറയുന്നു, വേണം വേണം വേണം, ഈ കാര്യത്തിന് ഒരു മാറ്റവും ഇല്ല. നിത്യ, എന്താ തൻ്റെ അഭിപ്രായം എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് നിത്യ. അതാ കുഴപ്പം, എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ നിഷേധിക്കും. നിങ്ങളെ ഒന്ന് സന്തോഷത്തോടെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എനിക്കതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരുപാട് അകന്നു മാറിയപ്പോൾ ആ സന്തോഷമെങ്കിലും കാണാൻ ഒന്ന് അനുവദിക്കും, ശരിയല്ലേ എന്ന് ജീവൻ പറഞ്ഞു. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു. വേണ്ട വസ്ത്രം എടുക്കുന്നു എന്ന് ജീവൻ പറയുമ്പോൾ നിത്യ പറയാൻ തുടങ്ങുകയായിരുന്നു കാര്യം. എന്നാൽ സുജാത അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്, പറയരുതേ എന്ന്. അപ്പോൾ ഓക്കെ, മണവാളനും മണവാട്ടിക്കുമുള്ള ഡ്രസ്സ് എൻ്റെ വക. അങ്ങനെയും കിടക്കട്ടെ, ലൈഫിൽ വെറൈറ്റി, എന്നാൽ പിന്നെ പോകാം എന്ന് പറഞ്ഞ് ഹരിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് പിന്നെ പറയുന്നു, അയ്യോ സോറി എന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നു. ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഹരിയും നിത്യയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.